പോലീസ് ആസ്ഥാനത്ത് പ്രതികാര നടപടി. സെൻകുമാറിന് താൽപര്യമില്ലാത്തവർക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റത്തിന് ഉത്തരവ്. ഉത്തരവിൽ ഒപ്പിടുന്നത് കീഴ്വഴക്കം ലംഘിച്ച് ഡിജിപി നേരിട്ടാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, പോലീസ് ആസ്ഥാനത്ത് DGP സെൻകുമാറിന് താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ തുരുതുര സ്ഥലം മാറ്റുന്ന രീതിയാണ് ഇന്നലെ കണ്ടത്. 7 സ്ഥലം മാറ്റമാണ് ഇന്നലെ DGP സെൻകുമാർ ഒപ്പുവെച്ചത്. അത് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. ആരെങ്കിലും സ്ഥലം മാറ്റണമെങ്കിൽ സ്വീകരിക്കേണ്ട ചില ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. ഇത് മുഴുവൻ ലംഘിച്ചുകൊണ്ട് പോലീസ് ആസ്ഥാനത്തെ ADGPയോ AIGയോ പോലും അറിയാതെയാണ് സെൻകുമാർ നേരിട്ട് ഈ ഒപ്പുവെച്ചിരിക്കുന്നത്. പോലീസിന്റെ കോൺഫിഡൻഷ്യൽ സെക്ഷനിലെ ജൂനിയർ സൂപ്രണ്ട് ബീനാകുമാരിയെ 2 തവണയാണ് ഇന്നലെ സ്ഥലം മാറ്റിയത്. സെക്രട്ടേറിയറ്റിലോ ഇന്റലിജൻസ് ആസ്ഥാനത്തോ പോലും ഇല്ലാത്ത തരത്തിലുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ T ബ്രാഞ്ച്. ഈ T ബ്രാഞ്ചിന്റെ മേധാവിയാണ് കുമാരി ബീന. നേരത്തെ പുറ്റിങ്ങൽ അപകട കേസിലും ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലും ചില വിവരാവകാശങ്ങൾ ഇവരോട് സെൻകുമാറിന് വേണ്ടി ചിലർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ വിവരാവകാശം T സെക്ഷനിലുള്ള ഫയലുകളുടെ വിവരാവകാശം നൽകാൻ പാടില്ല. അക്കാര്യത്തിൽ ഉറച്ച നിലപാട് ബീനാകുമാരി സ്വീകരിച്ചിരുന്നു. ഈ ബീനാകുമാരിയാണ് 2 തവണ ഇന്നലെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ തന്നെ T ബ്രാഞ്ചിൽ നിന്നും U ബ്രാഞ്ചിലേക്ക് മാറ്റി. അതിനുശേഷം SAPയിലെ സൂപ്രണ്ട് ജൂനിയർ സൂപ്രണ്ടാക്കി മാറ്റി. 2 തവണയുള്ള സ്ഥലം മാറ്റം കൃത്യമായ പ്രതികാര നടപടിയാണെന്ന വികാരം പോലീസ് ആസ്ഥാനത്തെ ജീവനക്കാർക്കുണ്ട്. അതിൽ വലിയ പരാതിയും ഈ ജീവനക്കാർക്കുണ്ട്. അതോടൊപ്പം ഇവർക്ക് പകരമായി ഇതേ പോസ്റ്റിലേക്ക് T ബ്രാഞ്ചിന്റെ തലവനാക്കി കൊണ്ടുവന്ന ജൂനിയർ സൂപ്രണ്ട് സുരേഷ് G കൃഷ്ണൻ അച്ചടക്ക നടപടി നേരിട്ടയാളാണ്. മുൻപ് T സെക്ഷനിൽ നിന്ന് ചില ഫയലുകൾ പകർപ്പെടുക്കാൻ അധികാരമില്ലാതെ ഇദ്ദേഹം ശ്രമിച്ചു എന്ന കുറ്റത്തിന് മുൻ DGP ലോക്നാഥ് ബെഹ്റ സ്ഥലം മാറ്റിയ ആളാണ് സുരേഷ് G കൃഷ്ണൻ. അതേ സുരേഷ് G കൃഷ്ണനെയാണ് സെൻകുമാർ പോലീസ് ആസ്ഥാനത്തെത്തി മണിക്കൂറുകൾക്കകം തിരിച്ചു കൊണ്ടുവന്നത്. പകരം ഈ ബീനാകുമാരിയെ മാറ്റുകയും ചെയ്തു. ബീനാകുമാരിയുടെ കാര്യത്തിൽ 10 മാസം മാത്രമേ ആയിട്ടുള്ളവർ അവിടെ സർവീസ് ആരംഭിച്ചിട്ട് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ സാധാരണഗതിയിൽ 3 വർഷത്തേക്ക് ഒരു തരത്തിലും മാറ്റാൻ പാടില്ല. അഥവാ മാറ്റണമെങ്കിൽ പോലും DGP M1 സെക്ഷനിലേക്ക് ഒരു കുറിപ്പ് നൽകണം. അത് അഡ്മിനിസ്ട്രേഷൻ ADGPയും AIGയും അറിയണം. ഇക്കാര്യങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ കീഴ്വഴക്കങ്ങളും മറികടന്നുകൊണ്ടാണ് പോലീസ് ആസ്ഥാനത്തെ പ്രതികാര നടപടി. അതോടൊപ്പം തന്നെ താല്പര്യമില്ലാത്ത ഉന്നതരായ 2 IPS ഉദ്യോഗസ്ഥരുടെ വാഹനം പിൻവലിക്കുന്നതിനുള്ള നീക്കവും DGPയുടെ ഓഫീസ് നടത്തുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. സോമി, സജേഷ്, AIGയും ADGPയും വരെ നോക്കുകുത്തിയാക്കി DGP ഇത്തരത്തിൽ ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നതിനെതിരെ കേരള പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ടോ? അത്തരത്തിലുള്ള അവരുടെ വികാരം എങ്ങനെയാണ്? തീർച്ചയായും സോമി, നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലമാറ്റ ഉത്തരവാണ്. ഈ സ്ഥലമാറ്റ ഉത്തരവിൽ നമുക്ക് കാണാം കൃത്യമായും സെൻകുമാർ നേരിട്ടാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. എല്ലാ കീഴ്വഴക്കങ്ങളുടെയും ലംഘനമാണിത്. പോലീസ് ആസ്ഥാനത്ത് ജീവനക്കാർക്ക് വലിയ പരാതി ഇക്കാര്യത്തിലുണ്ട്. പരാതി നേരിട്ട് തന്നെ നൽകുന്നതിനുള്ള സാധ്യതയുണ്ട്. കടുത്ത നിരാശയിലാണ് പോലീസ് ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും. പ്രത്യേകിച്ചും ഈ ബീനാകുമാരിയുടെ കാര്യത്തിൽ നേരിട്ടുള്ള പ്രതികാര നടപടിയായി തന്നെ ഇക്കാര്യത്തെ കാണേണ്ടി വരും. താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥയെ ആദ്യം ഈ രഹസ്യ സ്വഭാവമുള്ള T ബ്രാഞ്ചിൽ നിന്നും താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ U ബ്രാഞ്ചിലേക്ക് മാറ്റുന്നു. അതിനുശേഷം അന്ന് തന്നെ SAPയിലേക്ക് മാറ്റുന്നു. താല്പര്യമുള്ളവരെ മുഴുവൻ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു ദിവസം തന്നെ 7 സ്ഥലം മാറ്റം നടത്തുന്നു. ഈ 7 സ്ഥലം മാറ്റവും ബന്ധപ്പെട്ട സെക്ഷനുകൾ ഒന്നും അറിഞ്ഞിട്ടില്ല. DGP നേരിട്ട് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. 10 മാസം മാത്രം ജോലി ചെയ്ത ഒരാളെയാണ് 3 വർഷമെങ്കിലും മാറ്റാൻ പാടില്ലാത്ത സ്ഥാനമായിരുന്നു ഈ ബീനാകുമാരിയുടേത്. പോലീസിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ സൂക്ഷിക്കുന്ന കോൺഫിഡൻഷ്യൽ സെക്ഷന്റെ മേധാവിയാണ് ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള ബീനാകുമാരി. അവരെയാണ് 2 തവണ സ്ഥലം മാറ്റ ഉത്തരവിൽ ഇന്നലെ തന്നെ ഒപ്പിട്ടിട്ടുള്ളത്. വലിയ പ്രതിഷേധം പോലീസ് ആസ്ഥാനത്തെ ജീവനക്കാർക്ക് ഇക്കാര്യത്തിലുണ്ട്. സോമി, സജേഷ്, ഇത്തരത്തിൽ പുറ്റിങ്ങൽ അതുപോലെ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ നൽകാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിനോടുള്ള ഒരു പ്രതികരണമൊക്കെ?
സോമി, ഇക്കാര്യത്തിൽ നമുക്കറിയാവുന്നതാണ്. പുറ്റിങ്ങൽ അപകടത്തിന്റെ സമയത്തും ജിഷയുടെ കൊലക്കേസിന്റെ സമയത്തും അന്ന് DGP ആയിരുന്ന സെൻകുമാറിന് ചില വീഴ്ചകൾ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലീസ് ആസ്ഥാനത്ത് തന്നെയുണ്ട്. ഈ റിപ്പോർട്ടുകൾ വിവരാവകാശ പ്രകാരം ലഭിക്കുന്നതിന് സെൻകുമാർ ശ്രമിച്ചിരുന്നതായാണ് സൂചന. മറ്റു ചിലരെ കൊണ്ട് വിവരാവകാശ അപേക്ഷ നൽകുകയായിരുന്നു. ഈ ജൂനിയർ സൂപ്പറിനെ ഇപ്പോഴത്തെ DGP സെൻകുമാർ തന്നെ നേരിട്ട് വിളിച്ച് ഈ വിവരാവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. എന്നാൽ ഈ വിവരാവകാശം ഈ രഹസ്യ സ്വഭാവമുള്ള ഫയലുകളുടെ വിവരാവകാശം നൽകാൻ പാടില്ല. സംസ്ഥാന സർക്കാരിന്റെ ആസ്ഥാനമായ സെക്രട്ടേറിയറ്റിലോ ഇന്റലിജൻസ് ആസ്ഥാനത്തോ പോലും ഇല്ലാത്ത തരത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് പോലീസിലെ ടി ബ്രാഞ്ച്. അതുകൊണ്ട് തന്നെ കുമാരി ബീന അത് നൽകാൻ തയ്യാറായിരുന്നില്ല. തിരിച്ച് DGP ആയി വന്നതിന് ശേഷം പ്രതികാര നടപടി എന്ന നിലയിൽ ആദ്യം സെൻകുമാർ ചെയ്തിട്ടുള്ളത് ബീനാകുമാരിയെ മാറ്റുകയാണ്. അത് എല്ലാ കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണ്. സ്ഥലം മാറ്റത്തിനെതിരെ സുപ്രീം കോടതി വരെ സമീപിച്ച ഉദ്യോഗസ്ഥനാണ് DGP സെൻകുമാർ. അതേ DGP സെൻകുമാറാണ് ഇത്തരത്തിൽ എല്ലാ കീഴ്വഴക്കങ്ങളും മറികടന്നുകൊണ്ട് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത്. 10 മാസം മാത്രം ജോലി ചെയ്ത ജീവനക്കാരിയെ ഒരു ദിവസം 2 സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ഉത്തരവ് കൃത്യമായ പ്രതികാര നടപടിയായി പോലീസ് ആസ്ഥാനത്ത് മിനിസ്റ്റീരിയൽ ജീവനക്കാരും കാണുന്നു. അക്കാര്യത്തിൽ അവർക്ക് വലിയ അതൃപ്തിയുണ്ട്. അത് പരാതിയായി തന്നെ നൽകുന്നതിനുള്ള തീരുമാനത്തിലുമാണ് ഉദ്യോഗസ്ഥർ. പോലീസ് ആസ്ഥാനത്ത് പ്രതികാര നടപടി. സെൻകുമാറിന് താൽപര്യമില്ലാത്തവർക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റത്തിന് ഉത്തരവിൽ ഒപ്പിടുന്നത് എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ച് DGP നേരിട്ടാണ് എന്നാണ് MR സജേഷാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.